മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ഭരണം മാറിയതിന് പിന്നാലെ വെള്ളാപ്പള്ളിക്കെതിരെ കുരുക്ക് മുറുകുകയാണ്. ഒരു അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അന്വേഷണ സംഘത്തിന് ഇനി കുറ്റപത്രം സമർപ്പിക്കാം. എങ്ങനെയാണ് നീക്കങ്ങളെ അങ്ങ് കാണുന്നത്? വളരെ വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇന്നെടുത്തത്. എനിക്കവിടെ നന്ദി പറയേണ്ടത് ഒരു സങ്കടകാര്യം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ കേസ് നീട്ടിക്കൊണ്ടുപോയെങ്കിലും കഴിഞ്ഞ വർഷം ഇതിൽ ഒരു 8 മാസം മുമ്പ് ചാർജ് എടുത്ത നമ്മുടെ SP ശശീർ സാറാണ് ഈ കാര്യത്തിൽ ആത്മാർത്ഥമായ ശ്രമം നടത്തിയത്. സത്യത്തിൽ ഇതിനെ കോടതിക്ക് അദ്ദേഹത്തെ വിമർശിച്ചപ്പോൾ എനിക്ക് സങ്കടം തോന്നി. കാരണം ഇതിനു മുമ്പുള്ളവരൊന്നും ചെയ്യായിരുന്നതിന്റെ ഫലം മുഴുവൻ അദ്ദേഹത്തിന് തലയിൽ കൊടുത്തപ്പോൾ ഒരു സങ്കടം തോന്നി. കാരണം ഞങ്ങളുടെ ഈ പരാതികൾ കേൾക്കുവാനും തെളിവ് കൊടുക്കുവാനും അല്ലെങ്കിൽ ഇവരെ കൃത്യമായി ചാർജ് ചെയ്യാനൊക്കെ അദ്ദേഹം കാണിച്ച ആ താല്പര്യത്തെ വളരെയധികം ഞങ്ങൾ നന്ദിപൂർവ്വമാണ് ഓർക്കുന്നത്. അപ്പൊ ശരിക്കും പറയാം കോടതിയിൽ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മുടെ ഈ ഒരു സംവിധാനം ഉണ്ടല്ലോ, സർക്കാർ സംവിധാനം തുടർച്ചയാണല്ലോ. അപ്പൊ ശരിക്കും പറയാം മുമ്പ് കാണിച്ചവരുടെ എല്ലാം പഴിയാണ് അദ്ദേഹം കേട്ടല്ല, അദ്ദേഹത്തിന്റെ പഴിയല്ല എന്ന് ജനം ഒന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അതോടൊപ്പം ഞങ്ങൾക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം ഈ SNDP വെള്ളാപ്പള്ളി നടത്തിൽ 10 കൊല്ലം കൊണ്ടുണ്ടായ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ 2016 മുതൽ SNDP യോഗത്തിന്റെ ആസ്ഥാന മന്ദിരത്തിൽ ജപ്തി നോട്ടീസ് പതിച്ചിരിക്കുക. ആ ജപ്തിയിലാണ് ഇപ്പോഴും കിടക്കുന്നത്. വെള്ളാപ്പള്ളി നടച്ചൻ WPC 3511/2016 പ്രകാരം ഒരു സ്റ്റേ ഉത്തരവ് സംഭവിച്ചുകൊണ്ട് മാത്രമാണ് SNDP യോഗത്തിന്റെ ആഫീസ് ജപ്തി ചെയ്യാത്തത്. രണ്ടാമത്തത്, വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ കേസുള്ളത് കൊണ്ട് കേരളത്തിലെ പട്ടിണി പാവങ്ങളായ ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്ക് 2016 മുതൽ ഈ ആനുകൂല്യം, അതായത് കേവലം 3% പലിശയ്ക്ക് കേന്ദ്രം നൽകുന്ന SNDPയിൽപ്പെട്ട പട്ടിണി പാവങ്ങൾക്ക് തൊഴിൽ ചെയ്യാൻ കിട്ടുന്ന ഈ തുക നിഷേധിച്ചിരിക്കുകയാണ്. എനിക്ക് സങ്കടം. കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ ഭാഗത്ത് അന്നത്തെ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ പിന്നോക്ക കോർപ്പറേഷനൊക്കെ ഞങ്ങൾ നിവേദനം കൊടുത്തെങ്കിൽ പോലും അതെല്ലാം ബധിരകരണങ്ങൾ പതിക്കുകയായിരുന്നു. അത് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കാരണം ഈ വെള്ളാപ്പള്ളി നടേശന് SNDPക്ക് ആനുകൂല്യം കിട്ടുന്നതാണ് പുറത്ത് പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ പേരിൽ കേസുള്ളത് കൊണ്ട് മാത്രം കഴിഞ്ഞ 10 വർഷമായിട്ടായിട്ട് 200 കോടിയിൽ പരം രൂപയാണ് ക്രിസ്ത്യൻ, മുസ്ലിം, മറ്റ് പിന്നോക്ക സമുദായം കൊണ്ടുപോയത്. ഇദ്ദേഹത്തിന്റെ പേര് കേസുള്ളത് കൊണ്ട് തരുന്നില്ല. ഈ ആനുകൂല്യം ആലോചിക്കുള്ളൂ. വെള്ളാപ്പള്ളി നടേശൻ നഷ്ടപ്പെടുത്തിയത് മറ്റു പലതിനേക്കാൾ ഉപരി ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങൾക്ക് കേവലം 3% പലിശക്കുള്ള പൈസ നഷ്ടപ്പെടുത്തി. മറ്റൊന്ന്, ഇങ്ങനെ കിട്ടിയ പൈസ എന്ത് ചെയ്തു? ഇങ്ങനെ കിട്ടിയ പൈസ ഇദ്ദേഹം പാവങ്ങൾക്ക് കൊടുക്കുന്നതിന് പകരം ഈ പൈസ വൻകിട ബാറുകാർക്കും മറ്റും കൊടുത്ത് കാശുണ്ടാക്കിയതിനു ശേഷം ഇദ്ദേഹം 2776 വ്യാജ സംഘങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. ആ 2776 വ്യാജ സംഘങ്ങളാണെന്ന് ഇപ്പൊ തെളിഞ്ഞ സ്ഥിതിക്കും. എന്നിട്ട് പോലും കഴിഞ്ഞ 10 വർഷമായിട്ട് ഇദ്ദേഹത്തിന് ഒരു കേസ് പോലും രജിസ്റ്റർ കഴിഞ്ഞില്ല. സങ്കടകരമായ അവസ്ഥയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ അതിലിപ്പോ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇത് ഞങ്ങൾ കൊടുക്കുമ്പോഴത്തെ പലപ്പോഴും ജനങ്ങളെല്ലാം നമ്മൾ ഇതിന് പറയുന്ന ബന്ധപ്പെട്ടവരാരും ശ്രദ്ധിക്കാറില്ല. അദ്ദേഹത്തിന്റെ സ്വാധീനവും മറ്റും കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാനൊരു റവന്യൂ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ 3,60,40,500 രൂപയ്ക്കാണ് SNDP യോഗത്തിന്റെ ആഫീസ് ജപ്തിയിരിക്കുന്നത്. ആ പൈസ അടച്ചില്ല എന്ന് കഴിഞ്ഞ ആഴ്ച എനിക്ക് വിവരാശം പറയുന്നു. അപ്പൊ ഒരു പൈസ പോലും സർക്കാരിൽ അടച്ചില്ലെങ്കിൽ പോലും നടപടിയില്ല. ആ ആഫീസിന്റെ ജപ്തി മുന്നോട്ട് പോകുന്നില്ല. കാരണം വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേ ആണ്. ആ സ്റ്റേ നിലനിൽക്കുന്നില്ല. ഇവിടെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ, പാവപ്പെട്ട SNDPക്കാർക്ക് 2016 മുതൽ കിട്ടുന്ന ആനുകൂല്യം കിട്ടില്ല എന്ന് ഏതെങ്കിലും സാധാരണക്കാർ അറിയുന്നുണ്ടോ? ഇത് വെള്ളാപ്പള്ളി പുറത്ത് പറയുമോ ഈ കാര്യം? അത് ചോദിക്കണം. അദ്ദേഹം പറയേണ്ടത് അദ്ദേഹം ഇരിക്കുന്നത് കൊണ്ട്, വെള്ളാപ്പള്ളി നടേശന്റെ SNDPയിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് 2016 മുതൽ ഈ ആനുകൂല്യം കിട്ടുന്നതാണ് ഏറ്റവും ദുഃഖകരാവസ്ഥ. അപ്പൊ അതുകൊണ്ട് ആ കേസെടുക്കാൻ നീണ്ടുപോലെ ഏറ്റവും വലിയ കുഴപ്പമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇതിന്റെ സ്ഥിതി. അതോടൊപ്പം തന്നെ മഹത്തായ SNDP യോഗത്തിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ മുൻപിൽ 2016 ജൂലൈ 15 മുണ്ടയ്ക്കൽ വെള്ളിയാഴ്ച നോട്ടീസ് പതിച്ചു. ഒരു സാധാരണ ഏതെങ്കിലും ഒരു ശ്രീനാരായണന്റെ മനസ്സിൽ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന സംഭവമല്ലേ അത്? അദ്ദേഹം പറയട്ടെ, ഇല്ലാന്ന് അദ്ദേഹം പറയട്ടെ. SNDP യോഗത്തിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പുറത്ത് മുണ്ടയ്ക്കൽ വെള്ളിയാഴ്ച കൊണ്ട് പതിച്ച് നോട്ടീസ് പതിച്ച് അത്രയ്ക്ക് ഗതികെട്ടിൽ SNDP പ്രസ്ഥാനം പോകുന്നത് മനസ്സിലാക്കുന്നത്. ഓക്കെ, ശരി.